ഹലോ മൈ ഡിയർ. Don't touch me. Miss. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഞാൻ കള്ളനോ കൊള്ളക്കാരനോ ഹൈജാക്കറോ ഒന്നുമല്ല. ഇവന്റെ പപ്പയാണ് ഹിസ് ഡാഡി, നായർ ജഗദീഷ്. മിസ്റ്റർ ജഗദീഷ് നായർ. ഇവൻ മാസ്റ്റർ ജഗദീഷ്, ജഗദീഷ് ജൂനിയർ. അല്ലേ മോനെ? കണ്ടോ, എന്നെ പോലെ തന്നെ എന്റെ മകൻ. ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ ആയിരുന്നെന്ന് അമ്മ പറയാറുണ്ട്. അച്ഛനെ കണ്ട കലി ഇളകുന്നു. നിങ്ങൾ ആ കുട്ടിയെ വിടൂ. വിടാം. നിങ്ങൾ ആരാ? ഇവിടെ എന്താ കാര്യം? പറഞ്ഞത് കേട്ടില്ലേ? മനസ്സിലായില്ലേ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാനിവിടെ പറഞ്ഞല്ലോ. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയാം. FATHER, ഫാദർ. പള്ളിയിലെ അച്ഛനല്ല, കൗസല്യ എന്നല്ലേ പേര്. സ്കൂളിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞു കുട്ടികൾ കൗസല്യ ടീച്ചറിനോട് പിക്നിക്കിന് പോയിരിക്കുകയാണെന്ന്. കൗസല്യ സുപ്രചാരാമ പൂർവ സന്ധ്യാ പ്രവർത്തത. കേട്ടിട്ടില്ലേ സുപ്രഭാതം? MS സുബ്ബലക്ഷ്മിയുടെ. 4 കൊല്ലം മുമ്പ് നാട് വിട്ടതാ. മെർച്ചന്റ് നേവി ചേർന്നു. ഇപ്പോ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. 3 കൊല്ലം ഇവൻ എന്നെ അറിയാതെ വളർന്നു. ഇനി അച്ഛനും മകനും ഒന്നാകാൻ പോവുകയാണ്. അല്ലേ മോനെ? ഏയ് നോട്ടി. കൂട്ടുകാർക്കെല്ലാം കൊടുക്കണം. Come on. Come on. വരട്ടെ. നോ. May I come in? No. Yes, coming. ആരണാവോ മനസ്സിലായില്ല. നാടകം ബുക്ക് ചെയ്യാൻ വേണ്ട തന്നെ. എന്താ ഇതിപ്പോ ഇങ്ങനെ പെരുമാറണേ? തീപ്പെട്ടില്ലേ? എന്നാ നാടകം? എവിടെയാ സ്ഥലം? ആരാ നടത്തുന്നത്? ക്ലബോ സൊസൈറ്റിയോ? നിങ്ങളാരാ? മനസ്സിലായില്ല. ഞാൻ അദീന തിയേറ്റേഴ്സിന്റെ പാർട്ണറാ. ഞങ്ങളുടെ ലേറ്റസ്റ്റ് നാടകം അപർണ. 2 മാസത്തേക്ക് എല്ലാ ഡേറ്റ്സും ബുക്കഡാ. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നാടകം ബുക്ക് ചെയ്യാനൊന്നും വന്നതല്ല. ഏതിയുടെ സുഹൃത്താ. അമേരിക്കയിൽ നിന്ന് ഇന്നലെ വന്നു. അയ്യോ, എന്താ ഒരു ശബ്ദം കേൾക്കുന്നത്? അവിടെ മ്യൂസിക് കമ്പോസ് നടക്കുക. ഞാനൊന്ന് കാണുന്ന വിരോധമില്ല. അതിനിപ്പോ എന്താ, കാണാലോ. സാർ, ഞാനിപ്പോ ഇതിന്റെ ഈ മറ്റേ ഒരു മനസ്സിലായി. പരിഭ്രമിക്കണ്ട. പാർട്ട്ണറാണെന്ന് പറഞ്ഞല്ലേ. ഞാനത് വിശ്വസിച്ചിട്ടില്ല. ഏതിയോട് പറയാനില്ല. പോരെ? എന്റെ അമ്മേ. ജി മൈനർ. സാറിന്റെ ഫ്രണ്ടാ, അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുക. നമസ്കാരം. ഞാനാണ് മ്യൂസിക് ഡയറക്ടർ ബോസ്. മനസ്സിലായി. എന്താ നിർത്തിക്കളഞ്ഞത്? തുറന്നോളൂ. ഷൈൻ ചെയ്യല്ലേ. എന്താ പറഞ്ഞേ? അല്ല ഒന്നുമില്ല. പിന്നെ അമേരിക്കയിൽ മഴയൊക്കെ ഉണ്ടോ? ഇല്ല, അവിടെ ഇപ്പൊ വിന്ററാ. അപ്പൊ അവിടെ ചൂടല്ലേ? ഓ, ഇവിടെ എന്താ ചൂട്? ചൂടല്ല, വിന്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ്. എന്താ ചെയ്യ? അതുപോട്ടെ അമേരിക്കയിൽ ഇപ്പോഴും പ്രസിഡന്റ് ഭരണം തന്നെയാണോ? ഇപ്പൊ മാത്രമല്ല, അവിടെ എപ്പോഴും പ്രസിഡന്റ് ഭരണം തന്നെ. ഞാൻ കൂടെ ഇത് കേൾക്കുന്നതിൽ വിരോധമുണ്ടോ?
ഒരു വിരോധമില്ല. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരുപാട് കാലങ്ങളായി. ഞാനിതിലൊന്ന് തട്ടിമുട്ടി നോക്കിക്കോട്ടെ. ഓ, താങ്ക് യു. ഹലോ, നീ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. വാ, നമുക്ക് താഴെ ഇരുന്ന് സൗകര്യമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഞാൻ ഈ നാട്ടിലെത്തി. ഹോട്ടൽ പ്രസിഡന്റിൽ ഒരു മുറിയെടുത്തു. നിന്റെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. യു ആർ സോ ഫേമസ്. അവൾ മരിച്ചെന്നറിഞ്ഞപ്പം അല്പം വേദന തോന്നി. ഒരു സുഹൃത്ത് എന്നെ വിവരം അറിയിച്ചു. കുറച്ചാൾ ഒരുമിച്ച് കഴിഞ്ഞല്ലേ. 15 ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകും അമേരിക്കയിലേക്ക്. പോകുമ്പം എന്നോടൊപ്പം എന്റെ മകനും ഉണ്ടാവും. അഭിമന്യുവിനെ ഞാനിന്ന് രാവിലെ കണ്ടു. ഈ സ്മാർട്ട് മിടുക്കൻ. ആ ക്രെഡിറ്റ് നിനക്കുള്ളതാണ്. സ്വന്തം അച്ഛന് കഴിയാത്തത് നിനക്ക് സാധിച്ചു. ഞാൻ പോട്ടെ. പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകും അമേരിക്കയിലേക്ക്. പോകുമ്പോൾ എന്നോടൊപ്പം എന്റെ മകനും ഉണ്ടാവും. ഡാഡി, ഡാഡി എന്തിനാ കരയുന്നത്? ഏയ്, ഒന്നുമില്ല. ഡാഡി കരഞ്ഞില്ലല്ലോ. മോൻ ഉറങ്ങിക്കോ. നോണ, ഡാഡി കരയാ. ഒന്നുമില്ല. അവനെ സ്കൂളിൽ വിടണ്ട. അതെന്താ ഇത്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഡാഡിക്ക് എന്താ ഈ സ്കൂളിലെ മിസ്സിനെയോ ഇഷ്ടമല്ലേ? അത് സ്കൂളിൽ പഠിച്ചാൽ ശരിയാവില്ല. മോനെ ഡാഡി പഠിപ്പിക്കാം. അല്ല യതി, ഈ സ്കൂൾ ശരിയായില്ലെങ്കിൽ നമുക്ക് വേറൊരു സ്കൂൾ. തന്നോട് ആരാ അഭിപ്രായം ചോദിച്ചത്? മോനെ അത് കൊള്ളാം. അല്ല, ഞാൻ എന്ത് പറഞ്ഞിട്ടാ എന്നോട് ചാടിക്കടിക്കുന്നത്? അല്ല, പറഞ്ഞിട്ടെന്താ കാര്യം? വെറുതെ വേലി കിടക്കണ പാമ്പിനെ എടുത്ത് ഇവിടെ ട്രാവൽ ഏജൻസി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഈ ടിക്കറ്റ് ഒന്ന് ഓക്കെ ആക്കണം. ശരി. ഹലോ, കിട്ടിയോ? ആരാ എഴുതിയാ? ഇത് ഞാനാ, ജഗദീഷ്. അവന്റെ സ്കൂളിൽ ഞാൻ പോയിരുന്നു. അവന്റെ പഠിപ്പ് നിർത്തിയോ? സ്വന്തം അച്ഛനെ മകനെ കിഡ്നാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 4 വർഷം മുമ്പ് ഗർഭിണിയായിരുന്ന ആ പാവം പെൺകുട്ടിയെ ഉപേക്ഷിച്ച് നീ ഈ നാട് വിട്ടതാണ്. ദുർബലമായ നിന്റെ സംശയങ്ങൾക്ക് മുമ്പിൽ സത്യത്തിന് യാതൊരു വിലയുമില്ലായിരുന്നു. 2 മാസം കൈക്കുഞ്ഞായിരുന്ന അവനെ അവളുടെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. അവനിപ്പോ 3 വയസ്സായി. അവന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനാണ്. നിനക്ക് അവനെ എന്നിൽ നിന്ന് വേർപെടുത്താനാവില്ല. നിനക്കല്ല,
ആർക്കും. കറക്റ്റ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. നീ പറഞ്ഞത് 100% ശരിയാണ്. ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. എന്ന് കരുതി ജന്മം കൊടുത്തൊരു അച്ഛന്റെ അവകാശം അത്ര പെട്ടെന്ന് ആർക്കും നിഷേധിക്കാനാവില്ല. ജന്മം കൊടുത്ത അച്ഛൻ 1000 ജന്മം കൊടുത്താലും നിനക്കൊരു കുഞ്ഞിന്റെ അച്ഛനാകാനുള്ള യോഗ്യതയില്ല. അച്ഛൻ എന്ന വാക്കിന്റെ അർത്ഥം നിന്റെ നിഘണ്ടുവിലില്ല. പെണ്ണ് നിനക്കൊരു ഭോഗവസ്തുവാണ്, ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണം. അങ്ങനെ ഏതോ ഒരു സന്ദർഭത്തിലുണ്ടായ കുഞ്ഞിന്റെ ജന്മാവകാശം തീരെഴുതാൻ വന്നിരിക്കുകയാണോ ഇപ്പോ? ശരിയാണ്. പക്ഷെ അഭിമന്യുവിന്റെ കാര്യത്തിൽ എനിക്ക് നിന്നെ നിരാശപ്പെടുത്തേണ്ടി വരും. അമ്മയില്ലാത്തൊരു കുഞ്ഞ് ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഈ നാട്ടിലെ നിയമത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഇത് പറയാൻ കാരണം, ഞാൻ പോകാൻ നേരത്ത് നീ എനിക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ഞാനിപ്പോൾ ഇവിടെ വന്നത് അവന്റെ ഒരു ഫോട്ടോഗ്രാഫിന് വേണ്ടിയാണ്. എന്റെ പാസ്പോർട്ടിൽ അവന്റെ പേരുകൂടെ എൻഡോസ് ചെയ്യിക്കാൻ. ഇനി നീ അത് തരുമെന്ന് തോന്നുന്നില്ല. സാരമില്ല, അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. എങ്കിലും ഞാനത് സംഘടിപ്പിച്ചോളാം. പറട്ടെ. ഹലോ മൈ ഡിയർ, ഹൗ ആർ യു? Don't touch me. Daddy. ഒരു രക്ഷയുമില്ല. ഞാൻ നോക്കിയിട്ട് ഒരു പഴുതും കാണുന്നില്ല. കേസ് കൊടുക്കണമെന്നാണോ സാർ പറയുന്നത്? കേസ് കൊടുക്കേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനമൊന്നും കിട്ടുകയില്ല. സാർ എന്തായി പറയുന്നേ? ആ കുട്ടിയുടെ ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. 3 കൊല്ലം ഞാൻ അവനെ വളർത്തി. അതിനൊന്നും നിങ്ങളുടെ നിയമത്തിൽ യാതൊരു വിലയില്ലേ? ആരാരെ ഏൽപ്പിച്ചു? കുട്ടിയുടെ മുത്തച്ഛനല്ലേ? അമ്മ മരിച്ച കുട്ടിയുടെ ഉത്തരവാദിത്തം ജീവിച്ചിരിക്കുന്ന അച്ഛന് തന്നെയാണ്. അപ്പൊ എനിക്കോ? നിയമത്തിന്റെ ഭാഷയിൽ സെന്റിമെന്റ്സ് ഇല്ല. ഇൻ ദിസ് കേസ് യു ആർ ഓൺലി എ ഗാർഡിയൻ. അതിൽ കവിഞ്ഞുള്ള ഒരവകാശവും മിസ്റ്റർ യതീന്ദ്രനില്ല. മിസ്റ്റർ യതീന്ദ്രൻ, ഞാനൊന്ന് പറയട്ടെ. വൈ ഡോണ്ട് യു ഗെറ്റ് മാരീഡ്? ഐ വിൽ ഫൈൻഡ് എ ഗേൾ ഫോർ യു. എത്രയ്ക്കായാലും അവനവന്റെ കുഞ്ഞിന്റെ അത്രയും വരില്ലല്ലോ അന്യന്റെ കുട്ടി. ഉപദേശത്തിന് നന്ദി. എനിക്കൊരു ദല്ലാളിന്റെ ആവശ്യം വരുമ്പോൾ അറിയിക്കാം. ഹരി പറയുന്നത് ശരിയാണോ? സത്യമാണോ? അതെ. എതി എന്ത് പറഞ്ഞു? എന്തു പറയാൻ, കുഞ്ഞിന്റെ അച്ഛൻ ജഗദീഷ് അല്ലേ? അയാൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുമ്പോ കുഞ്ഞിനും കൊണ്ടേ പോവുള്ളൂ അത്രേ. എവിടെ? ദാ അവിടെ ഉണ്ട്. ഞാൻ മനസ്സിലായി. അപർണ, എന്റെ ഭാര്യ അധീനയുടെ സഹോദരി. ഇരിക്കും. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ. അഭിമന്യുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണെന്ന് അറിഞ്ഞു. അതെ, എന്റെ മകനെ കൊണ്ടുപോകാൻ വേണ്ടിയാ ഞാൻ വന്നത്. എനിക്കൊരു അപേക്ഷയുണ്ട്. അഭിമന്യുവിനെ കൊണ്ടുപോകരുത്. എനിക്ക് അവനെ കാണാതെ കഴിയാൻ വയ്യ. അതിന് അഭിമന്യു യതിയുടെ കൂടെ അല്ലേ? യതീന്ദ്രൻ സാറിനും കൂടി വേണ്ടിയാ ഞാൻ പറയുന്നത്. അവനെ പിരിഞ്ഞു ജീവിക്കാൻ സാറിനാവില്ല. അവന്റെ അച്ഛനും അമ്മയും എല്ലാം സാറാണ്. സാറിന്നും അവിവാഹിതനായി കഴിയുന്നത് തന്നെ അവന് വേണ്ടിയാണ്. യതീന്ദ്രനോട് എനിക്ക് നന്ദിയുണ്ട്. ഞാനതൊരിക്കലും മറക്കില്ല. പ്രസവിക്കാത്ത അമ്മ, വിവാഹം കഴിക്കാത്തൊരച്ഛൻ, അവർക്ക് വേറെ ഒരാളിന്റെ കുഞ്ഞിനോട് ഇത്രയും വാത്സല്യം തോന്നുമെങ്കിൽ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനോട് ഒരു അച്ഛന് തോന്നാവുന്ന വാത്സല്യത്തെക്കുറിച്ച് അപർണ എന്താ ചിന്തിക്കാത്തത്? ഒരിക്കൽ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയതല്ലേ? തെറ്റ് എന്റെ ഭാഗത്ത് തന്നെ. എന്ന് വെച്ച് എന്റെ കുഞ്ഞ് എന്റേതല്ലാതാകുമോ? എനിക്കൊരു അപേക്ഷയുള്ളൂ. അവനെ, അഭിമന്യുവിനെ കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം. എന്റെ സകല സ്വത്തുക്കളും തരാം. എത്ര ലക്ഷം രൂപയാണ് എന്റെ മകന്റെ വില?
അപർണ പറഞ്ഞത് ബാലിശമായി പോയി. അപർണയുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. എന്ന് വെച്ച് ബന്ധങ്ങൾക്ക് വില പറയുന്നത് ശരിയാണോ? ഇക്കാര്യത്തിൽ അപർണയെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല.